നമശിവായ. ശിവഭഗവാന്റെ കോപത്തിന് നിങ്ങൾ ഒരിക്കലും ഇരയാകരുത്. ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. എന്താണ് ആ തെറ്റ് എന്ന് വ്യക്തമായി ഈ വീഡിയോയിൽ പറയാം. നിങ്ങളുടെ നല്ല മനസ്സുപോലെ ഈ കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്യൂ. ഈ സത്യം എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആർക്കും ശിവരാത്രി എന്നാൽ ആ രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ചിലർ രാത്രി മുഴുവൻ ഉണർന്നിരുന്നാലും അവരുടെ കഷ്ടങ്ങളും ആശങ്കകളും ഓർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ അത് യഥാർത്ഥ ശിവരാത്രി അല്ല. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം യഥാർത്ഥ ശിവരാത്രി എന്നത് ശരീരം ഉണർന്നിരിക്കുക എന്നതല്ല, ആത്മാവിന് വേണ്ടിയുള്ള ജാഗ്രതയാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ബോധം ഉണർത്തുന്നതാണ് ശിവരാത്രി. ഈശ്വരൻ എപ്പോഴും നമ്മുടെ ശരീരം നോക്കാറില്ല. ഈശ്വരൻ നമ്മുടെ ആത്മാവിനെയാണ് നോക്കുന്നത്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കണമെന്ന് ഉറക്കത്തെ നിയന്ത്രിച്ച് ശരീരത്തെ പീഡിപ്പിച്ചാൽ അതുകൊണ്ട് ഈശ്വരൻ കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഉറങ്ങാം. എന്നാൽ നിശ്ചിതകാല പൂജാ സമയത്ത് മാത്രം കുറച്ചു സമയം ധ്യാനം ചെയ്ത് അതിനുശേഷം ഉറങ്ങാൻ തുടങ്ങുക. നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ആത്മാവ് ജാഗരൂകമായിരിക്കും. ഉറക്കത്തിൽ പോലും ദൈവത്തെ ഓർത്തുകൊണ്ട് ഉറങ്ങുക. നിങ്ങൾ ഉണർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മാത്രം ഒഴിവാക്കുക. നിങ്ങളുടെ ആശങ്കകളെ ഓർത്ത് ദുഃഖിക്കരുത്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ രാത്രിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കണം. അതിനാൽ എല്ലാവരോടും ഞാൻ ഉറങ്ങു എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക ആകുമെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാം. കഴിയില്ല, ഉറക്കം വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഉറങ്ങാം. അതിൽ ഒരു തെറ്റുമില്ല. കമന്റിൽ ഓം നമശിവായ എന്ന് എഴുതി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി തീർച്ചയായും ഷെയർ ചെയ്യൂ. ഓം നമശിവായ.